കേരളത്തിൻ്റെ വീരപുത്രൻ എന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അറിയപ്പെടുന്നത്. മലയാളത്തിലെ മഹാകവികൾ ഇത്രയധികം വിഷയത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത വേറൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് സാഹിത്യ നിരൂപകർ നിരീക്ഷിക്കുന്നത്. പി കുഞ്ഞിരാമൻ നായർ, ജി ശങ്കരക്കുറുപ്പ്, ഇടശ്ശേരി, വള്ളത്തോൾ, വൈലോപ്പിള്ളി ഇങ്ങനെ തുടങ്ങി മഹാകവികളെല്ലാവരും വളരെ ഗൗരവത്തോടെ ആവേശത്തോടെ തങ്ങളുടെ കവിതകൾക്കും സാഹിത്യ എഴുത്തുകൾക്കും വിഷയമാക്കിയ ഒരു നേതാവാണ്. BKF-ൻ്റെ 5-ാം പതിപ്പിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ അധികരിച്ച് സംസാരിക്കാൻ ക്ഷണം കിട്ടുമ്പോൾ കൊടുങ്ങല്ലൂരുകാരനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഒരു കൊടുങ്ങല്ലൂരുകാരൻ തന്നെയായ എനിക്ക് പറയാൻ കഴിയുന്നു എന്നുള്ളതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അത് ഒരേ നാട്ടുകാരാണ് എന്നത് മാത്രമല്ല, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മദ്രാസിലെ മുഹമ്മദൻസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പിന്നീട് മാപ്പിളമാർ എങ്ങോട്ട് എന്ന് പറയുന്നൊരു പുസ്തകം എഴുതിയ ഖാൻ ബഹദൂർ K. മുഹമ്മദ് അന്ന് ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു. മൂപ്പര് ഹോസ്റ്റൽ മുറിയിലെ തൻ്റെ സഹാന്തേവാസിയായിരുന്ന അബ്ദുറഹ്മാൻ സാഹിബിനെ നിലത്ത് തറയിലിരുത്തി ഒരു ഘോരമായ പ്രസംഗം നടത്തുകയാണ്. നമ്മളിങ്ങനെ ഈ മതിൽക്കെട്ടിനുള്ളിലിരുന്ന് പഠിച്ചാൽ പോരാ, നമ്മളിതൊക്കെ വിട്ടിറങ്ങണം, ക്ലാസ് മുറികൾ ബഹിഷ്കരിക്കണം, ദേശീയ നേതാക്കന്മാരുടെ വിളികൾക്ക് ഉത്തരം നൽകണം എന്ന് പ്രസംഗിച്ച് ഈ പ്രസംഗം ആവേശത്തോടു കൂടി കേട്ടിരുന്ന മിടുമിടുക്കനായിരുന്ന, പഠിക്കാൻ മിടുമിടുക്കനായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അന്ന് രാത്രി ഉറങ്ങുന്നില്ല. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഈ കേട്ടതെല്ലാം ആലോചിക്കുകയാണ്, എൻ്റെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആകെ ആദി കൂട്ടുകയാണ്. അങ്ങനെ മുഹമ്മദൻസ് കോളേജ് തൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക പൊതുപ്രവർത്തനത്തിന് പറ്റിയ ഇടമല്ല എന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മനസ്സിലാക്കുകയും അങ്ങനെ ഉത്തരേന്ത്യയിലേക്ക് വണ്ടി കയറുന്നു. അവിടെ അലീഗഡിൽ അന്ന് സ്ഥാപിതമായ ജാമിയ മില്ലിയയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അലീഗഡിലാണ് അന്ന് ജാമിയ മില്ലിയ, ഇന്നത്തെ പോലെ ഡൽഹിയിലല്ല. 1935 ശേഷമാണ് ഡൽഹിയിലേക്ക് ജാമിയ മില്ലിയ വരുന്നത്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിന്ന് വേണം മുസ്ലിങ്ങൾ അവരുടെ സാമൂഹികവും സാമ്പത്തികവും വൈജ്ഞാനികവുമായ ഉന്നമനത്തെക്കുറിച്ച് ആലോചിക്കാൻ എന്ന അഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അബുൽ കലാം ആസാദും അടക്കമുള്ള അജ്മൽ ഖാജയും മുഖ്താർ അഹമ്മദ് അൻസാരിയും ഒക്കെ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞു, നമുക്ക് ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. രാജ്യത്തിന് എന്താണ് ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിദ്യാർത്ഥിത്വം അവിടെ നിന്ന് ഉയർന്നു വരണം. വൈദേശികാധിപത്യത്തിനെതിരെ ധീരമായി പൊരുതുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയണം. അങ്ങനെയാണ് ജാമിയ മില്ലിയ രൂപം കൊള്ളുന്നത്. അങ്ങനെ ജാമിയ മില്ലിയയിൽ ബിരുദം പഠിക്കാൻ വേണ്ടി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ചെല്ലുകയാണ്. പക്ഷെ അവിടെയും ഒരുപാട് കാലം തുടരുന്നില്ല. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജാമിയ വിട്ടിറങ്ങി. അന്ന് ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെയും നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാർ വിദ്യാർത്ഥികളോട് ക്ലാസുകൾ ബഹിഷ്കരിച്ച് തൊഴിലാളികളോട് വ്യവസായശാലകളിൽ നിന്ന് പുറത്തു വന്ന് നിരത്തിലിറങ്ങി മുഷ്ടി ചുരുട്ടിയുറക്കെ മുദ്രാവാക്യം വിളിച്ച് വൈദേശികാധിപത്യത്തിൻ്റെ അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ ആഹ്വാനം ചെയ്തപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വിചാരിച്ചു, ഞാനിപ്പോൾ എൻ്റെ നാട്ടിലേക്ക് പോകണം, മലബാറിലേക്ക് പോകണം, അവിടെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ എന്നെ കൊണ്ടാവും വിധം ശ്രമിക്കണമെന്ന് തീർച്ചപ്പെടുത്തി ജാമിയ മില്ലിയയിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോരുകയാണ്. വർഷങ്ങൾക്കിപ്പുറം അതേ ജാമിയ മില്ലിയയിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ബന്ധം കൂടിയുണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനോട്. ജാമിയ മില്ലിയയിൽ പിന്നീട് 1937 ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ നിയമസഭാ അംഗങ്ങളെ വിളിച്ചുകൂട്ടി AICC ഒരു യോഗം സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹം അലീഗഡിൽ പഴയ ക്യാമ്പസ് ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അന്ന് അലീഗഡ് യൂണിവേഴ്സിറ്റിയിലെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലുണ്ടായിരുന്ന ഇസ്ഹാഖ് സാഹിബിൻ്റെ കൂടെയാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു മരച്ചുവട്ടിലെത്തിയപ്പോൾ വളരെ വൈകാരികമായി
അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നാടിനെക്കുറിച്ച്, ഈ മണ്ണിനെക്കുറിച്ച്, ലോകത്തിൻ്റെ രാഷ്ട്രീയ മിടിപ്പുകളെക്കുറിച്ച് പഠിച്ചതും വായിച്ചതും ഈ മരച്ചുവട്ടിലിരുന്നാണ് ഇസ്ഹാഖെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെ സത്യസന്ധതയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെ സത്യസന്ധത ഏറ്റവും കൂടുതൽ പ്രകടമായത് അൽ-അമീൻ എന്ന അദ്ദേഹത്തിൻ്റെ പത്രത്തിലൂടെയാണ്. അൽ-അമീൻ തുടങ്ങുന്ന കാലത്ത് കേരളത്തിൽ, മലബാറിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനെ അനുകൂലിക്കുന്ന ഏക ജിഹ്വ എന്ന് പറയുന്നത് മാതൃഭൂമി മാത്രമാണ്. മറ്റു മാധ്യമങ്ങളൊന്നും കൊളോണിയൽ ഭരണത്തിനെതിരായി അച്ചുകൂടം നിരത്താറുണ്ടായിരുന്നില്ല. പക്ഷേ മാതൃഭൂമി മാത്രം പോരാ, അൽ-അമീൻ എന്ന് പറയുന്നൊരു പത്രം കൂടി വേണം. അങ്ങനെ ഒരു വേക്കം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അബ്ദുറഹ്മാൻ സാഹിബ് അൽ-അമീൻ തുടങ്ങുകയാണ്. അൽ-അമീൻ തുടങ്ങുന്ന സമയത്ത് റബിയുൽ അവൽ 12-നാണ്, അതായത് നബിദിനത്തിൻ്റെ അന്നാണ് അൽ-അമീൻ തുടങ്ങുന്നത്. ആ പേരിലും അത് തുടങ്ങാനെടുത്ത ദിവസത്തിലും എല്ലാം അദ്ദേഹം കൃത്യമായൊരു സന്ദേശം കൈമാറുന്നുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത് എത്ര കയ്പുള്ളതാണെങ്കിലും സത്യം പറയുക എന്നതാണ് മാധ്യമധർമ്മം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യ സമരകാലത്തെ മാധ്യമപ്രവർത്തനം മാത്രമല്ല, അതിനുശേഷവും ഇന്നും മാധ്യമപ്രവർത്തനം സംബന്ധിച്ച പഠനങ്ങളിൽ മാധ്യമ വിദ്യാർത്ഥികൾ ഏറ്റവും ഗൗരവത്തോടെ സമീപിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അൽ-അമീൻ്റെ മാധ്യമ പ്രവർത്തനമായിരുന്നു. അതിലെ പത്രാധിപധർമ്മമായിരുന്നു എന്നുള്ളതാണ്. ആരോടും സത്യം പറയുന്ന കാര്യത്തിൽ അബ്ദുറഹ്മാൻ സാഹിബിന് യാതൊരു മടിയുണ്ടായിട്ടില്ല, പേടിയുണ്ടായിട്ടില്ല. അബ്ദുറഹ്മാൻ സാഹിബ് എല്ലാവരോടും കലഹിച്ചു. അബ്ദുറഹ്മാൻ സാഹിബ് സമുദായത്തിനകത്ത് കലഹിച്ചു. അബ്ദുറഹ്മാൻ സാഹിബ് രാഷ്ട്രീയത്തിൽ തൻ്റെ പാളയത്തിൽ തന്നെ കലഹിച്ചു. അദ്ദേഹം തൻ്റെ ഗുരുക്കന്മാരോട് കലഹിച്ചു. എല്ലാം ഒരൊറ്റ മാനദണ്ഡത്തിൻ്റെ പുറത്താണ്. താൻ വിശ്വസിക്കുന്ന സത്യമാണ് എന്ന ബോധ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി എവിടെയും എഴുന്നേറ്റ് നിൽക്കാൻ, എവിടെയും അഭിപ്രായം പറയാൻ അദ്ദേഹം ഒരു മടിയും കാണിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 1945 ഡിസംബർ 16 അദ്ദേഹത്തിൻ്റെ അനുസ്മരണമെന്നോണം പുറത്തിറങ്ങിയ ന്യൂ ഏജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് മുഖപത്രമാണ് അന്നത്തെ. ന്യൂ ഏജ് പറയുന്നത് മലയാളം കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്വ വിരുദ്ധനായ രാഷ്ട്രീയക്കാരനാണ് മുഹമ്മദ് റഹ്മാൻ സാഹിബ് എന്ന്. മുഹമ്മദ് റഹ്മാൻ സാഹിബ് ബ്രിട്ടീഷുകാരോട് സംസാരിച്ചിരുന്നത്, മുഹമ്മദ് റഹ്മാൻ സാഹിബ് പാകിസ്ഥാൻ അനുകൂലികളോട് സംസാരിച്ചിരുന്നത്, മുഹമ്മദ് റഹ്മാൻ സാഹിബ് തൻ്റെ മതത്തിനകത്ത് തന്നെയുള്ള ഉൽപ്പതിഷ്ണുക്കളോട് സംസാരിച്ചിരുന്നതെല്ലാം ആ ഉറച്ച ധീരമായ ഒരു ശബ്ദത്തിലാണ്. സത്യം എന്ന് പറയുന്ന ആ ധീരമായ നിലപാടിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കൂടുതൽ വായിക്കുകയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ട ആവശ്യം ഇന്ന് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലുണ്ട്, സാമൂഹിക മണ്ഡലത്തിലുണ്ട്, പൊതുവെ മറ്റു സാമുദായിക മണ്ഡലത്തിലും ഉണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ ആദ്യം അഭിപ്രായമായി ഇവിടെ മുന്നോട്ട് വെക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യസന്ധനായ സാഹിബ് എന്നതാണ് നമ്മുടെ വിഷയം. പൂർവകാല നേതാക്കളെ വിലയിരുത്തുന്ന സമയത്ത് നമുക്കുണ്ടാവേണ്ട, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ പിടിക്കേണ്ട ഏറ്റവും നല്ല ഒരളവുകോൽ സത്യസന്ധത എന്നത് തന്നെയാണ്. സത്യസന്ധത എന്ന അളവുകോൽ ഉപയോഗിച്ചാണ് നമ്മൾ ചരിത്രത്തെ സമീപിക്കേണ്ടതും ചരിത്ര പുരുഷന്മാരെ സമീപിക്കേണ്ടതും. ആ നിലയിൽ നോക്കുമ്പോൾ സത്യസന്ധതയുടെ അതേ പതിപ്പായിരുന്നു, ആ വാക്കിനെ ജീവിതം കൊണ്ട് ആവിഷ്കരിച്ച വലിയ ഒരു മഹാത്മാവായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അതിനുവേണ്ടി അദ്ദേഹം ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. കുടുംബവുമൊത്തുള്ള സന്തോഷങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കളുമൊത്തുള്ള സല്ലാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. സഹപ്രവർത്തകരുമായിട്ട് പലപ്പോഴും പിണങ്ങിയിട്ടുണ്ട്. എന്നാൽ അതേസമയം തൻ്റെ പത്രത്തിൽ വളരെ വിശദമായി
തൻ്റെ ഭാഗം സവിസ്തരം പ്രതിപാദിച്ചെഴുതിയിട്ടുണ്ട്. അങ്ങനെ നാളെ എൻ്റെ ഭാഗത്ത്, എൻ്റെ പക്ഷത്ത് ആരുണ്ടാകും എന്ന ഒരു ചിന്തയില്ലാതെ പ്രവർത്തിച്ച ഒരാളായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ് എന്ന നേതാവ്. അദ്ദേഹം ബെല്ലാരി ജയിലിൽ അദ്ദേഹം മൊയ്ത് മൗലവി സാഹിബും കൂടി ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടുപേരും പുറത്തിറങ്ങിയത് വ്യത്യസ്ത സമയങ്ങളിലാണ്. ആ പുറത്തിറങ്ങുന്ന സമയത്ത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മൊയ്ത് മൗലവിയോട് പറയുന്ന ഒരു വാക്കുണ്ട്. മൗലവി സാഹിബ്, താങ്കൾ നമ്മുടെ നാട്ടിൽ ചെന്നിറങ്ങിയാൽ അവിടെ ചില കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനകത്തൊന്നും താങ്കൾ ഇടപെടരുത്. കാരണം നമുക്കതിനപ്പുറത്തേക്കൊരു ലക്ഷ്യമുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിന്, അതോടൊപ്പം മുസ്ലിം സമുദായത്തിന് ഊർജം നൽകുന്ന അൽ അമീൻ എന്ന് പറയുന്ന മഹത്തായ ഒരു സ്വപ്നം നമ്മുടെ മുമ്പിലുണ്ട്. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമങ്ങളല്ലാതെ നാട്ടിൽ നടക്കുന്ന സുന്നി വഹാബി തർക്കങ്ങളിലൊന്നും അങ്ങ് ഇടപെട്ടു പോകരുത് എന്ന് അബ്ദുറഹ്മാൻ സാഹിബ് മൊയ്ത് മൗലവി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൊയ്ത് മൗലവി തന്നെ ഈ കാര്യം നമ്മോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് അന്നത്തെ സമൂഹത്തിൽ, അതല്ലെങ്കിൽ സ്വന്തം സമുദായത്തിൽ നടക്കുന്ന ഓളങ്ങളോട് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ആ ഓളങ്ങളോട് ചേർന്ന് പോകുമ്പോൾ എൻ്റെ ലക്ഷ്യങ്ങൾ നടക്കുമോ എന്നൊക്കെ അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സമുദായത്തിനകത്ത് നടക്കുന്ന തിരമാലകൾക്കൊപ്പം നീങ്ങാതെ ആ തിരമാലകൾക്ക് അപ്പുറത്ത് മറ്റൊരു തിരമാല സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പുറത്തിറങ്ങിയ, അതിനു വേണ്ടി ജീവൻ ത്യജിച്ച വലിയ മഹാത്മാവായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ്. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഏത് നീക്കങ്ങളിലും നമുക്ക് ആ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. എല്ലാ നീക്കങ്ങളിലും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ആ സത്യസന്ധമായ, അല്ലെങ്കിൽ വ്യതിരിക്തമായ, അല്ലെങ്കിൽ വേറിട്ട നിലപാടുകൾ കാണാൻ കഴിയും. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞ രൂപത്തിൽ എഴുതപ്പെട്ട ചരിത്രങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് യഥാർത്ഥ അബ്ദുറഹ്മാൻ സാഹിബിനെ നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും പ്രയാസമുണ്ട്. കാരണം ചരിത്രത്തിൽ പല ഊഹങ്ങളുണ്ട്, പലയാതി സംശയങ്ങളുണ്ട്, പലയാതി ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾക്ക് അപ്പുറത്തേക്ക് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായ നിലപാടുകൾ എല്ലാ കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം, നമുക്കറിയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ മുഴുവനും അദ്ദേഹം മറുപക്ഷത്താക്കിയിട്ട് നിലപാട് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാൻ സാധിക്കുന്ന വേറൊരു സംഗതി, കെ എം സീതി സാഹിബ്. സീതി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, ബന്ധുവാണെന്ന് മാത്രമല്ല, സീതി സാഹിബ് വലിയൊരളവോളം അബ്ദുറഹ്മാൻ സാഹിബിന് ഉപകാരപ്പെട്ട ആളാണ്. അബ്ദുറഹ്മാൻ സാഹിബ് തിരിച്ചും സീതി സാഹിബിന് ഉപകാരപ്പെട്ട ആളാണ്. പക്ഷേ മറുപക്ഷത്തായിരുന്ന രണ്ടുപേരും മരണം വരെ ഉണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സീതി സാഹിബിൻ്റെ ലൈനൊന്ന് വേറെയായിരുന്നു. സീതി സാഹിബിനെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം എന്ന രൂപത്തിൽ അദ്ദേഹം കൊണ്ടു നടക്കുന്ന ആ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി അദ്ദേഹം ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരുന്നു. ഉദാഹരണത്തിന് ഇസ്ലാമിലെ പലിശ എന്ന് പറയുന്ന ആ സംഗതി, ആ പലിശക്ക് ചില ഇളവുകൾ നൽകിക്കൊണ്ട് അദ്ദേഹം കുറച്ച് കാശുണ്ടാക്കുക. അതായത് അന്നത്തെ ഒരു സന്ദർഭത്തിൻ്റെ ഒരു തേട്ടം എന്ന് പറഞ്ഞാൽ പണം വലിയൊരാവശ്യമായിരുന്നു. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ, അബ്ദുറഹ്മാൻ സാഹിബ് എത്രയോ ആളുകളോട് കടം വാങ്ങിയിട്ടുണ്ട്. ആ കടത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ
ഐക്യസംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സീതി സാഹിബും കടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, സാമ്പത്തികമായ ഇടപാടുകൾ ധാരാളം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കടങ്ങൾ കുന്നുകൂടിയ സമയത്ത് ഇത് വീട്ടിൽ തീർക്കാൻ വഴിയില്ലല്ലോ. ആ വഴിയില്ലാത്ത സമയത്താണ് അദ്ദേഹം പലിശ എന്ന് പറയുന്നൊരു സംഗതിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം ഒരു മുസ്ലിയാരെ കൊണ്ട് എന്ത് ചെയ്ത് ഒരു ഫത്വ എഴുതിച്ച്, ഹീലത്തി റിബ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ മുസ്ലിയാർ അതിനനുസരിച്ച് ഒരു ഫത്വയും കൊടുത്തു. അപ്പോൾ ആ ഫത്വക്ക് അനുസൃതമായിട്ടാണ് സീതി സാഹിബ് പിന്നീട് നിലപാടെടുക്കുന്നത്. പക്ഷെ അബ്ദുറഹ്മാൻ സാഹിബ് അത് വിട്ടില്ല. അബ്ദുറഹ്മാൻ സാഹിബ് എന്ത് ചെയ്തു? അത് പറ്റില്ല, അത് ഇസ്ലാം ശക്തമായി നിരോധിച്ച കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി അല്ലമീൻ അതിനെതിരെ പോരാടി. അല്ലമീൻ്റെ പോരാട്ടം അതിരൂക്ഷമായിരുന്നു തന്നെ പറയാം. അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ആ ഒരു മനോഭാവത്തെ അദ്ദേഹം നേരിട്ട്. അതിൻ്റെ പേരിൽ പിന്നീട് സീതി സാഹിബ് അബ്ദുറഹ്മാൻ സാഹിബും ഒരിക്കലും നല്ല രൂപത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല എന്നാണ് മൊയ്തു മൗലവിയുടെ പുത്രൻ റഷീദ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ അബ്ദുറഹ്മാൻ സാഹിബ് എന്ത് ചെയ്യില്ല, തൻ്റെ കുടുംബം അതല്ലെങ്കിൽ തൻ്റെ തന്നെ സ്വസ്ഥത ഇത് മുഴുവനും കളഞ്ഞിട്ടാണ് അദ്ദേഹം നിലപാടെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചർച്ചകളിലേക്ക് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാല്ലാഹ് വിശദമാക്കാം. KMCD-യുമായി ബന്ധപ്പെട്ട് സാഹിബിൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത്, ഇന്ന് ഇപ്പോൾ ഈ കേരളത്തിലെ പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു ലാൻഡ്സ്കേപ്പിൽ നിന്നതിനെ നമുക്കത്ര സവിസ്തരം ആരോഗ്യകരമായി സംവദിക്കുക സാധ്യമല്ല. എങ്കിലും ഒരു അക്കാദമിക പർപ്പസിന് വേണ്ടി ഞാനത് വിശദീകരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ തന്നെ ക്യാമ്പസുകളിൽ പലയിടത്തും UDSF എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതായത് KSU MSFൻ്റെ സഖ്യം. മലപ്പുറത്ത് ഇപ്പോഴും UDSF സഖ്യമില്ലാത്ത കോളേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഈ കോൺഗ്രസിൻ്റെ, അതായത് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു ചിന്താധാര ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് KMCD-യെ പോലുള്ള ആളുകളുടെ ചിന്താധാര ഒരു ഭാഗത്ത്. അത് രാഷ്ട്രീയമായി സ്വത്വം അടക്കമുള്ള വിഷയങ്ങളെ മുൻനിർത്തി MSF KSU ആശയ സംഘടന നടക്കുന്നതായി പലപ്പോഴും ഈ മലബാറിലെ ചില ക്യാമ്പസുകളിൽ സന്ദർശിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ അബ്ദുറഹ്മാൻ സാഹിബിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവചരിത്രങ്ങൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയൊരു സംഗതി, അബ്ദുറഹ്മാൻ സാഹിബ് ആരെയും ആകർഷിക്കുന്ന ഒരു കരിഷ്മ ഉള്ള ആളായിരുന്നു. ഒരു വല്ലാത്ത ഓറയാണ്. അബ്ദുറഹ്മാൻ സാഹിബിനെതിരെ 1937 അബ്ദുറഹ്മാൻ സാഹിബ് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സമയം അബ്ദുറഹ്മാൻ സാഹിബിനെതിരെ 2 സ്ഥാനാർത്ഥികളുണ്ട്. ഒരാൾ ഒരു ചേക്കുവാണ്, വേറെ ഒരാൾ മറന്നുപോയി. അപ്പോൾ ഈ ചേക്കുവിന് വേണ്ടി ഒരു പൊതുസമ്മേളനം നടക്കുന്നുണ്ട്. ആ പൊതുസമ്മേളനം ഘോരമായ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. അബ്ദുറഹ്മാൻ സാഹിബ് ഒരാളെയും കൂസാത്ത മനുഷ്യനാണ്. അബ്ദുറഹ്മാൻ സാഹിബ് അവിടെ വണ്ടി നിർത്തി ഈ തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് നടന്നു വന്നു. അബ്ദുറഹ്മാൻ സാഹിബ് നടന്നു വരുന്നത് കണ്ട് ആദ്യം പ്രസംഗിച്ചിരുന്ന ആൾ പ്രസംഗം നിർത്തി. പിന്നെ സ്റ്റേജിലുണ്ടായിരുന്ന ആളുകൾ എഴുന്നേറ്റ് വന്നു, സദസ്സ് ഒന്നാകെ എഴുന്നേറ്റ് വന്നു. വേദിയിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും ഇറങ്ങിപ്പോയി, അതായത് സ്റ്റേജിലുണ്ടായിരുന്ന ആളുകൾ. അതോടുകൂടി ആ തെരഞ്ഞെടുപ്പ് യോഗം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അത്രയും ഗാംഭീര്യമുള്ള ഒരു അപ്പിയറൻസ് ഉണ്ടായിരുന്ന ആളാണ് അബ്ദുറഹ്മാൻ സാഹിബ്. കരിനീല ഷെർവാണിയിട്ട് രോമത്തൊപ്പി, വലിയ രോമത്തൊപ്പി വെച്ച് ഒരു വേദിയിലേക്ക് കടന്നു വന്നാൽ അബ്ദുറഹ്മാൻ സാഹിബിനെ ആരും ഒന്ന് നോക്കിപ്പോവും. അങ്ങനെ ഒരു ഹൈബത്ത് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഉണ്ടായിരുന്നൊരു മനുഷ്യൻ. പക്ഷെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു പ്രശ്നമായി ഞാൻ വ്യക്തിപരമായി കാണുന്നത്, അതായത് ജീവിതത്തിൽ അനുകരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നൊരു വിഷയം, അബ്ദുറഹ്മാൻ സാഹിബ് ഒരേ നിലയിലാണ് എല്ലാ ആളുകളോടും സംസാരിക്കുക. അതൊരു സ്വഭാവ ഗുണമാണ് അബ്ദുറഹ്മാൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് നാട്ടിലൊരു പ്രമാണിയോട് സംസാരിക്കുന്നതും ഒരു പണ്ഡിതനോട് സംസാരിക്കുന്നതും സഹപ്രവർത്തകനോട് സംസാരിക്കുന്നതും നേരെ എതിരാളിയോട് സംസാരിക്കുന്നതെല്ലാം ഒരേ ഭാവത്തിലായിരിക്കും. അതായത് പറയുന്നത് തനിക്ക് ഉറപ്പുള്ള ബോധ്യമുള്ള കാര്യമാണോ, എന്നാൽ അവിടെ ചിത്തം ഇടറില്ല, ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് P. കുഞ്ഞിരാമൻ നായർ എഴുതുന്നത്, ചിത്തത്തെ ചന്ദ്രക്കല മധ്യത്തിൽ ഉറപ്പിക്കും ഉത്തമ വിശ്വാസാംഗ രക്ഷകനോടും കൂടി സുപ്രഭാതത്തിനുടപ്പിറപ്പാം കൊടിയേന്തി വിപ്ലവപ്പൊടി പറപ്പിക്കും ഒരറബിക്കുതിരമേൽ വീര കേരള മുസ്ലിം മഹിതാഹവ രൂപം എന്നാണ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പറയുന്നത്. അത്ര ധീരനായൊരു മനുഷ്യൻ.
അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒരു പ്രശ്നമായി പലർക്കും തോന്നിയിരുന്നൊരു കാര്യം, മുഹമ്മദ് റഹ്മാൻ സാഹിബ് കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആവണം. പണ്ഡിതനോട് സംസാരിക്കുന്നതും പ്രമാണിയോട് സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസം വേണം. സാധാരണക്കാരായ ആളുകളോട് സംസാരിക്കുമ്പോഴും സഹപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും ശത്രുക്കളോട് സംസാരിക്കുമ്പോഴും വെവ്വേറെ ഡിപ്ലോമസി കൈകാര്യം ചെയ്യണമെന്ന്. അങ്ങനെ ഈ ഉറ്റ ചങ്ങാതിമാരായ, അതായത് ഈമൊയ്ത് മൗലവി അടക്കമുള്ള ഉറ്റ ചങ്ങാതിമാരായ ആളുകളൊക്കെ അദ്ദേഹത്തോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നൈർമല്യം മനസ്സിലാക്കിയ ആളുകളാണ്. പക്ഷേ ആ സ്വഭാവം കൊണ്ട് പലരും അകന്നു പോകുന്നുവെന്ന്, അതുകൊണ്ട് 1934 തെരഞ്ഞെടുപ്പിൽ 432 വോട്ടിന് തോൽക്കുകയാണ്. കുറ്റ്യാടിയിൽ ഒരു പ്രമാണിയുടെ വോട്ട് സമ്പാദിച്ചിരുന്നെങ്കിൽ അയാളുടെ ആശ്രിതത്വത്തിലുണ്ടായിരുന്ന ആളുകളുടെ വോട്ട് കൂടി കിട്ടി ഒരുപക്ഷെ വിജയിക്കുമായിരുന്ന തെരഞ്ഞെടുപ്പിൽ സത്താർ സെട്ടുവിനോട് തോൽക്കുകയാണ് അബ്ദുറഹ്മാൻ സാഹിബ്. അപ്പം അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം സഹകാരി ഇമ്പിച്ചി മമ്മു കോഴിക്കോട് അൻസാരി പാർക്കിൽ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അടുത്ത് വന്നിരുന്ന് പറയാണ്, അവർ ഈ അസ്ര നിസ്കാരം കഴിഞ്ഞ് സവാരിക്ക് നടക്കാനിറങ്ങിയതാണ്. സഹകാരി വളരെ തന്ത്രത്തോടു കൂടി പറയാണ്, സാഹിബേ നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യനാണ്, ആളുകൾക്കൊക്കെ നിങ്ങളെ വലിയ ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾ ഈ ചില സമയത്ത് മുൻകോപം കാണിക്കുന്നുണ്ടോ എന്നൊരു പരാതി ആളുകൾക്കുണ്ട്, അതുകൊണ്ട് ആളുകൾ പിണങ്ങിപ്പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുഹമ്മദ് റഹ്മാൻ സാഹിബ് കുറച്ച് നേരം ഒന്നും മിണ്ടാതിരിക്കും. എന്നിട്ടൊന്ന് ചിരിക്കും. ചിരിച്ചിട്ട് പറഞ്ഞു, ഇമ്പിച്ചി, KM സീതിയെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? KM സീതി ബന്ധുവാണ്, സഹപാഠിയാണ്, ആദ്യകാല കോൺഗ്രസ്സുകാരനാണ്. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ ഹീലത്ത് രൂപയുമായി ബന്ധപ്പെട്ട ഐക്യസംഘത്തിൻ്റെ പലിശ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളോടുകൂടിയാണ് തെറ്റുന്നത്. അവിടെ നിന്നാണ് തുടക്കം. അപ്പോൾ ഇമ്പിച്ചി പറഞ്ഞു, സീതി വലിയ നേതാവല്ലേ? അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് തുടർന്നു, വലിയ നേതാവാണ്, സംഘാടകനാണ്, നല്ല വിവേകമുള്ള ആളാണ്, അങ്ങനെയല്ലേ? അപ്പോൾ ഇമ്പിച്ചി പറഞ്ഞു, അതെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ചില ആളുകൾക്ക് KM സീതി ഒരു മുനാഫിക്കാണ് എന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ ഇമ്പിച്ചി പറഞ്ഞു, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ? അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് പറയണം, അതെ അതൊരോരുത്തരുടെ അഭിപ്രായമാണ്, അങ്ങനെ ആവട്ടെ. പ്രിയപ്പെട്ട ഇമ്പിച്ചി, അബ്ദുറഹ്മാൻ സാഹിബ് കോപിഷ്ഠനാണെന്നോ മുൻകോപിയാണെന്നോ എടുത്തുചാട്ടക്കാരനാണെന്നോ എന്ത് വേണമെങ്കിലും ആളുകൾ പറഞ്ഞോട്ടെ, അബ്ദുറഹ്മാൻ മുനാഫിക്കാണ് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ആ സംഭാഷണം ഇമ്പിച്ചി മമ്മുവായി നടത്തുന്ന സംഭാഷണത്തിൽ നിന്ന് അബ്ദുറഹ്മാൻ സാഹിബും KM സീതിയും തമ്മിലുള്ള ഈ ഒരു പ്രശ്നം മനസ്സിലായി. അത് കഴിഞ്ഞ് അല്ലമീനെക്കുറിച്ച്, അല്ലമീൻ പലിശയെ സംബന്ധിച്ച് വിശാലമായി എഴുതി. ആദ്യകാലങ്ങളിൽ കൊടുങ്ങല്ലൂരിലാണ് ഐക്യസംഘത്തിൻ്റെ രൂപം ഉണ്ടാവുന്നത്, എറിയാട്. അത് എൻ്റെ വല്യപ്പ, അദ്ദേഹം 35 വർഷം കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻ്റായിരുന്നു തുടർച്ചയായിട്ട്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ചരിത്രങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, അന്ന് മണപ്പാട്ട് തറവാട്ടിലെ തട്ടിമ്പുറത്ത് വേറൊരു പണിയില്ലാതെ ഭക്ഷണം കഴിച്ചിരുന്നിരുന്ന KM മൗലവിയോട് KM സീതി പറയാണ്, പലിശ ഉണ്ടാവും, ഇതിനെന്തെങ്കിലും വകുപ്പുണ്ടോ? അങ്ങനെയാണ് ഹീലത്തുരിബ അവതരിക്കുന്നത്. മുഹമ്മദ് റഹ്മാൻ സാഹിബ് ഐക്യസംഘത്തിൻ്റെ സഹകാരിയായിരുന്നു തുടക്കകാലങ്ങൾ. കാരണം മുസ്ലിങ്ങളിൽ ഐക്യമുണ്ടാകട്ടെ എന്നാണ് അബ്ദുറഹ്മാൻ സാഹിബ്. പക്ഷേ പിന്നെ ഐക്യസംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ നാട്ടുകാരാണ്, അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കുടുംബക്കാരാണ്. പക്ഷേ ഇതോടുകൂടി ഐക്യസംഘവും മുഹമ്മദ് റഹ്മാൻ സാഹിബും തെറ്റിയെന്ന് മാത്രമല്ല, മലബാറിലെ സാമാന്യ മുസ്ലിങ്ങൾ ഐക്യസംഘത്തിനെതിരായി. മാതൃഭൂമിയും പിന്നീട് മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെ തന്നെ ചില ചരിത്രകാരന്മാരും എഴുതുന്നത്, എനിക്ക് തോന്നുന്നു SK പൊറ്റക്കാട് അടക്കമുള്ള ആളുകൾ എഴുതുന്നത്, ഐക്യസംഘം ബാങ്ക് മാത്രമല്ല ഐക്യസംഘവും പൂട്ടി. പിന്നീട് ഐക്യസംഘത്തിൽ KM സീതി അടക്കമുള്ള ആളുകൾ മുസ്ലിം മജ്ലിസിലേക്ക് കൂടുകയാണ്. അവിടെയും ഇവരെ പിന്തുടരുകയാണ് മുഹമ്മദ് റഹ്മാൻ സാഹിബ്. മുഹമ്മദ് റഹ്മാൻ സാഹിബിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെ സ്വഭാവ ഗുണമായിരിക്കും, പക്ഷേ ഒരാളെയും വിട്ടുകൂടാതെ പിടികൂടും. അങ്ങനെ മുസ്ലിം മജ്ലിസിൽ ചെന്ന് അവിടെ 3 പ്രമേയങ്ങൾ അവരുടെ 1933 സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ്. 3 പ്രമേയങ്ങൾ. അതിലൊരു പ്രമേയം മരുമക്കത്തായം അനിസ്ലാമികമാണ്. സ്വത്ത് വീതം വെക്കുന്നതിൽ ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്, മരുമക്കത്തായം അതിന് സസ്റ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ വിഷയം നിരുത്സാഹപ്പെടുത്താൻ മുസ്ലിം സാമാന്യത്തിനിടയിൽ പ്രചാരണം നടക്കണം. ആദ്യം കൊണ്ടുവന്ന പ്രമേയം സ്വരാജിനെ കുറിച്ചായിരുന്നു, പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. അത് മുസ്ലിം മജ്ലിസിലുണ്ടായിരുന്ന ആളുകൾ തിരുത്തിച്ചു. അബ്ദുറഹ്മാൻ സാഹിബ് അതിന് ഏകദേശം വഴങ്ങി.
പിന്നീട് വരുന്ന മൂന്നാമത്തെ പ്രമേയമാണ് മരുമക്കത്തായത്തെ സംബന്ധിച്ചിടത്തോളം. അന്ന് മുസ്ലിം മജ്ലിസിൻ്റെ നേതാവായിരുന്ന ബി പോക്കർ അതിനെ നഖശികാന്ത് എതിർത്തു. ബി പോക്കർ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അബ്ദുറഹ്മാൻ, അത് നമ്മുടെ കാരണവന്മാരെ പിണക്കും. അപ്പം അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ശിഷ്യനായിരുന്ന നൂറുദ്ദീൻ സാഹിബ് പറഞ്ഞു, കാരണവന്മാരല്ല ദീൻ, ദീൻ വേറെ കാരണവന്മാർ വേറെ. ഒടുവിൽ പ്രമേയവുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോൾ KM സത്താർ സെട്ട് ആദ്യ കോൺഗ്രസ്സുകാരനാണ്, പിന്നീട് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, പിന്നീട് പാകിസ്ഥാനിലോട്ട് പോയ ആളാണ്. അബ്ദുറഹ്മാൻ സാഹിബിനെ 1934 തോൽപ്പിച്ചിട്ടുള്ള ആളാണ്. സത്താർ സേട്ടും KM ബി പോക്കറെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് സദസ്സിൽ എഴുന്നേറ്റ് നിന്നു. സദസ്സിൽ അബ്ദുറഹ്മാൻ സാഹിബ് എഴുന്നേറ്റ് നിന്നതും ലിറ്ററലി KM സത്താർ സേട്ടും അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നാണ് നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ പിന്തുടർന്ന് അത് വിശ്വാസപരമായ ഒരു കാര്യത്തിൽ അബ്ദുറഹ്മാൻ സാഹിബിന് തോന്നിയ ഒരു വിയോജിപ്പാണ്. അങ്ങനെ തിരുത്താൻ മനസ്സ് കാണിച്ചൊരു നേതാവ്. അതേസമയം വഹാബി പക്ഷത്തെ പണ്ഡിതന്മാരെ എതിർത്തിരുന്നത് പോലെ തന്നെ, അവിടെ നിന്ന് എതിർപ്പുണ്ടായിരുന്നത് പോലെ തന്നെ പലപ്പോഴും സുന്നി പക്ഷത്തുനിന്നുള്ള പണ്ഡിതന്മാരും അബ്ദുറഹ്മാൻ സാഹിബിനെ വിമർശിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ സാഹിബ് മുസ്ലിം ബാലികമാരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഖുർആൻ വ്യാഖ്യാനത്തിനൊപ്പം പരിഭാഷ വേണമെന്നുള്ള അഭിപ്രായം കൂടി അബ്ദുറഹ്മാൻ സാഹിബ് വെച്ചു. അന്ന് രൂക്ഷമായ വിമർശനം സുന്നി പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ KM അതുപോലെ തന്നെ സത്താർ സേട്ടും ബി പോക്കറൊക്കെ അടക്കമുള്ള ആളുകളെ പിന്തുടർന്ന് പിന്നീട് മുസ്ലിം ലീഗിലേക്ക് വരുമ്പോഴും അബ്ദുറഹ്മാൻ സാഹിബ് എതിർചേരിയിൽ നിന്ന് ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഈ ഒരു വിമർശനം തുടരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അന്ന് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഇതാക്കുകയാണ്, അന്ന് മുസ്ലിം മജ്ലിസിൻ്റെ ഭാഗമായിരുന്ന യൂത്ത് കോൺഫറൻസ് യുവാക്കൾക്ക് വേണ്ടി വേറൊരു സമ്മേളനം നടത്തണമെന്ന് മുസ്ലിം മജ്ലിസിൽ ആവശ്യപ്പെടുമ്പോൾ മുസ്ലിം മജ്ലിസ് അതിന് തയ്യാറാകുന്നില്ല. കാരണം യൂത്ത് കോൺഫറൻസിൻ്റെ മുമ്പിലുള്ളത് അബ്ദുറഹ്മാൻ സാഹിബാണ്. മജ്ലിസിൻ്റെ നേതാക്കന്മാർക്ക് അതിലൊരു പേടിയുണ്ടായിരുന്നു. ഈ ഖാൻ ബഹദൂർ, അറ്റക്കോയ തങ്ങളടക്കമുള്ള ആളുകൾ മജ്ലിസിൻ്റെ ഭാഗമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KM സത്താർ സേട്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ മാത്രമല്ല, അറ്റക്കോയ തങ്ങൾ എന്നൊക്കെ പറയുന്ന ആളുകളും മജ്ലിസിൻ്റെ ഭാഗമാണ്. അപ്പം അന്ന് യാക്കൂബ് സാഹിബാണ് പിന്നെ മുസ്ലിം യൂത്ത് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അബ്ദുറഹ്മാൻ സാഹിബ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പുറത്ത് സർ ഹബീബുള്ള. ബി പോക്കർ അന്ന് മദ്രാശിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. വക്കീൽ പോയിട്ട് യാക്കൂബ് സാഹിബിനെ കണ്ടു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ പരിപാടിയിൽ പങ്കെടുക്കരുത്. പക്ഷേ യാക്കൂബ് സാഹിബ് പറഞ്ഞു, ഞാൻ മുഹമ്മദ് അബ്ദുറഹ്മാന് വാക്ക് കൊടുത്തു, ഇനി അത് തിരുത്താൻ കഴിയില്ല, ക്ഷണിക്കപ്പെട്ടുകൊണ്ട് ഞാൻ ആ ക്ഷണം സ്വീകരിക്കും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, സർ ഹബീബുള്ള വരണ വണ്ടിയിൽ താങ്കൾ വരരുത്. കാരണം സർ ഹബീബുള്ളയേക്കാൾ കൂടുതൽ സ്വാധീനമുള്ള ആളാണ് യാക്കൂബ് എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം മൂപ്പര് സമ്മതിച്ചെങ്കിലും പിന്നീട് പറഞ്ഞു, ഞാൻ ആ വണ്ടിയിൽ തന്നെ വരും. അങ്ങനെ വടകര മുതൽ കോഴിക്കോട് വരെ ഗംഭീര സ്വീകരണം ഏറ്റുവാങ്ങിയാണ് യാക്കൂബ് സാഹിബ് അവസാനം കോഴിക്കോട് വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഈ സമ്മേളനം മുടക്കാനും ഒക്കെയുള്ള ഒരുപാട് ശ്രമങ്ങൾ അക്കാലത്ത് ഉണ്ടാകുകയും തൊട്ടടുത്ത വർഷമാണ് പൊതുതെരഞ്ഞെടുപ്പിൽ അവസാനം അബ്ദുറഹ്മാൻ സാഹിബിനെ തോൽക്കുന്നത്. അബ്ദുറഹ്മാൻ സാഹിബിനെ തോൽപ്പിക്കുമ്പോൾ പാളയത്തുകൂടിയും മീൻചന്തയിലൂടെയും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കോലമുണ്ടാക്കി, പിന്നെ ആക്ഷേപിച്ചും അപഹസിച്ചും കെട്ടുപാട്ടുണ്ടാക്കിയും അഖിലേന്ത്യാ ലീഗിൻ്റെ പിൽക്കാല അഖിലേന്ത്യാ ലീഗിൻ്റെ നേതാക്കന്മാരും അണികളും അബ്ദുറഹ്മാൻ സാഹിബിനെ പരിഹസിച്ച് നടന്നത് പിന്നീട് ഈ സമീപകാലത്തൊക്കെ ചില തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പിന്നെ ഈ ഇലക്ഷൻ പരാജയം ഏറ്റുവാങ്ങുമ്പോൾ ചില ആളുകളെ ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ പരിഹസിച്ചിരുന്നതുമായി ബന്ധപ്പെടുത്തി നമുക്കതിൻ്റെ ഒരു സമാന്തരത കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നിലപാടുകളിൽ അബ്ദുറഹ്മാൻ സാഹിബ് വെച്ച് പുലർത്തിയിരുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അത് ആരെയൊക്കെ സുഖിപ്പിക്കും, ആരെയൊക്കെ ദുഃഖിപ്പിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ടെൻഷനേ ആയിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് സത്യത്തിൽ തൻ്റെ കൂട്ടുകാരെല്ലാവരും റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നൊരു വികാരത്തോടൊപ്പമുള്ള ആളുകളായി അല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ഇന്ന് നമുക്ക് പോലും പിന്നെ അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ നമ്മൾ പോലും അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ വായിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താ വെച്ചാൽ അബ്ദുറഹ്മാൻ സാഹിബ് ഈ ഡേറ്റിനെ കാണുന്നത് ഇത് അനീതിക്കെതിരിലുള്ള
പോരാടാനുള്ള ഒരു ഡേറ്റായിട്ടാണ്. ഈ തീയതിയെ കാണുന്നത് അങ്ങനെയാണ്. നമ്മൾ ഈ തീയതിയെ കാണുന്നത് ഒരാഘോഷങ്ങളോടെ മാത്രം ഒരു പൊലിമയിലൂടെ പോകുന്നൊരു സംഗതിയായിട്ടാണ്. എന്നാൽ അബ്ദുറഹ്മാൻ സാഹിബ് അങ്ങനെയല്ല. ഇത് ആഘോഷിക്കാൻ മാത്രമുള്ളതല്ല, ഇത് ആവേശഭരിതനാവാനുള്ളതാണ്, ഇത് പൊരുതാനുള്ളതാണ്, പോരാടാനുള്ളതാണ് എന്നുള്ള ഒരു രൂപത്തിൽ ആണ് ഈ ഡേറ്റിനെ അദ്ദേഹം കാണുന്നത്. മാത്രമല്ല നമ്മൾ സത്യസന്ധൻ എന്നാണ് നമ്മുടെ ക്യാപ്ഷൻ തന്നെ. അപ്പോൾ ആ സത്യസന്ധൻ എന്നുള്ള ആ ക്യാപ്ഷനോട് യോജിക്കുന്ന ഒരു ഡേറ്റാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത്, റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. അത് മാത്രമല്ല, ഈ സത്യസന്ധൻ എന്ന് പറയുന്നത് റസൂലിൻ്റെ ബാലനായിരുന്ന പ്രായത്തിൽ തന്നെ റസൂലിന് കിട്ടിയിട്ടുള്ള ഒരു പതക്കാണ്, സമൂഹം നൽകിയിട്ടുള്ളൊരു പതക്കാണ്. അപ്പോൾ ആ പതക്കം പോലും നമുക്ക് അതൊരു സ്തുതികീർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതിയാണെങ്കിൽ അബ്ദുറഹ്മാൻ സാഹിബിന് അതൊരു സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല, അവിടെ അദ്ദേഹം ആ റബീഉൽ അവ്വൽ 12 എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വികാരത്തിൻ്റെ കൂടെ ഭാഗമായിരുന്നു. അത് നമ്മളെ കവി പറയുന്നുണ്ടല്ലോ, വള്ളത്തോളാണ് ആ കവിത എഴുതിയതെന്ന് തോന്നുന്നുണ്ട്, അല്ലമീനെക്കുറിച്ചും അതിറങ്ങുന്ന ആ തീയതിയെക്കുറിച്ചും ആ തീയതിക്ക് ഉള്ള പ്രാധാന്യത്തെക്കുറിച്ചും. അതായത് റസൂലിൻ്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ദിവസം ആണ് ഈ പത്രം പുറത്തിറങ്ങുന്നത്. ആ അനുഗ്രഹം എന്ന് ഈ പത്രത്തിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ധ്വനിയിലാണ് അദ്ദേഹം ആ കവിത പൂർത്തിയാക്കുന്നത്. 4 വരിയാണ് നമ്മുടെ എസ്കബറ്റക്കാട് എഡിറ്റ് ചെയ്ത ആ പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബിനെ റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞത് അതൊരു സമര പോരാട്ടത്തിൻ്റെ ഡേറ്റ് കൂടിയാണ്. അത് എല്ലാ അനീതികൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ദുരാചാരങ്ങൾക്കെതിരെയും പൊരുതാനുള്ള ഒരു സന്ദർഭം കൂടിയാണ്. ആ നിലക്ക് അല്ലമീൻ തുടങ്ങിയ ശേഷം അബ്ദുറഹ്മാൻ സാഹിബ് പിന്നെ വിശ്രമിച്ചിട്ടില്ല. നമ്മൾ സാധാരണഗതിയിൽ സാധാരണ ഈ ചരിത്രത്തിൽ, മുസ്ലിം ചരിത്രത്തിലൊക്കെ വായിക്കുന്ന സമയത്ത് ഒരാളെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ്, അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ വളരെ ശക്തമായി പൊരുതിയിരുന്നു എന്ന് പറയുമ്പോൾ പലരും മനസ്സിലാക്കുന്നത് അദ്ദേഹം വല്ല വഹാബിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സത്യത്തിൽ അതല്ല, സുന്നിയുടെ ധർമ്മം തന്നെ അതാണ് എന്നുള്ളതാണ്. എന്നല്ല, മുസ്ലിം മുഖ്യധാരയുടെ ധർമ്മം അതാണ്. ആ ധർമ്മത്തോടൊപ്പം ചാരി നിന്നിട്ടുള്ള, അതിനോടൊപ്പം ചലിച്ചിട്ടുള്ള എന്നല്ല, ആ ധർമ്മത്തെ വലിയ ഒരു പാശമായി പിടിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വലിയ മനുഷ്യനാണ് അബ്ദുറഹ്മാൻ സാഹിബ്. നേരത്തെ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ അബ്ദുറഹ്മാൻ സാഹിബ് എല്ലായിടത്തും ഒരു പ്രതിപക്ഷമായിരുന്നു എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത സ്വഭാവമായിരുന്നു. ഡിസെൻറ്റ് ആണ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അബ്ദുറഹ്മാൻ സാഹിബ് 1938, 39, 40 ഈ 3 വർഷം തുടർച്ചയായി തെരഞ്ഞെടുപ്പിലൂടെ KPCC പ്രസിഡൻ്റായ ആളാണ്. അപ്പോൾ അന്നെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വർഷവും കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളുണ്ടാവും. അതിനു മുമ്പ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കണം. ചിലപ്പോൾ സമവായത്തിലൂടെ കണ്ടെത്തും, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തും. അബ്ദുറഹ്മാൻ സാഹിബ് 3 തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു തവണ അദ്ദേഹം തോൽപ്പിക്കുന്നത് 1938 രാഘവമേനോനെന്ന് 19 വോട്ടാണ്. 82 വോട്ടാണ് അന്ന് സാഹിബിന് കിട്ടുന്നത്. 1938 സാഹിബിന് 43 വോട്ട്, രാഘവമേനോന് 38 വോട്ട്. അതായത് ഏകദേശം ഒരു 5 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ആദ്യമായി അദ്ദേഹം KPCC പ്രസിഡൻ്റാവുന്നത്. 1939 MP ഗോവിന്ദമേനോനാണ്. MP ഗോവിന്ദമേനോൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ്. ഗാന്ധിവാദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് 19 വോട്ടും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന് 82 വോട്ടുമാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം മൗലാന മുഹമ്മദിലുടെയും ഷൗക്കത്തിലുടെയും ശിഷ്യനായിരുന്നു, ഗാന്ധിയുടെ ശിഷ്യനായിരുന്നില്ല. അതേസമയം ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചിരുന്ന ആളാണ്. നെഹ്റുവുമായി, പട്ടേലുമായി, സുഭാഷുമായും ഒക്കെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ ത്രിപുരി സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസുമായിട്ടൊക്കെ ഒരുപാട് നേരം ചെലവഴിക്കുന്ന, അവസാനമായി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ പര്യടനം നടത്തുമ്പോൾ, ഫോർവേഡ് ബ്ലോക്കിന് വേണ്ടി പര്യടനം നടത്തുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്ന ആളാണ് മുഹമ്മദ് റഹ്മാൻ സാഹിബ്. നെഹ്റുവുമായും കത്തിടപാടുകളും അടുത്ത ഇടപാടുകളും ഉണ്ടായിരുന്ന ഒരാളാണ്. പട്ടേലുമായി സംഘടനാപരമായ അത്തരം ഇടപാടുകൾ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ മുഹമ്മദ് റഹ്മാൻ സാഹിബ് ഈ ഗാന്ധിവാദികൾക്ക് അപ്പുറത്ത് നിൽക്കുന്നൊരു ഇടതുപക്ഷക്കാരനായിരുന്നു. അതേസമയം ആൾ ഗാന്ധിക്ക് എതിരാണ് എന്നല്ല, പക്ഷേ വേറെ തന്നെ രാഷ്ട്രീയ സാമ്പത്തിക സങ്കല്പങ്ങൾ ഉണ്ടായിരുന്ന ഒരാൾ. 1940 കെ കേളപ്പനാണ് തൊട്ടപ്പുറത്തുള്ളത്. കെ കേളപ്പന് 88 വോട്ടും 58 വോട്ടുമായി 20 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മുഹമ്മദ് റഹ്മാൻ സാഹിബ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുക.
പക്ഷേ മുഹമ്മദ് റഹ്മാൻ സാഹിബിന് പെട്ടെന്ന് തന്നെ ജയിലിൽ പോയി. അതിനു മുമ്പ് അദ്ദേഹം പല സമയങ്ങളിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള തൻ്റെ സഹപ്രവർത്തകരോട് തന്നെ പലപ്പോഴും കലഹിക്കുകയും ആ കലഹങ്ങളെല്ലാം വളരെ ആരോഗ്യകരമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരിക്കലും അദ്ദേഹം കോൺഗ്രസിൻ്റെ ആശയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. പലപ്പോഴും പലരും പറയുന്നുണ്ട് താങ്കൾ കോൺഗ്രസ്സിൽ നിന്ന് രാജിവെക്കണം എന്നുവരെയും പറയുന്നുണ്ട്. 1936 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വണ്ടൂരിൽ നിന്ന് മത്സരിച്ച് തോറ്റ് വളരെ വിഷമത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് പലരും വന്ന് ഉപദേശിക്കുന്നുണ്ട്, സാഹിബ് ഞങ്ങളുടെ കൂടെ വരണം, സാഹിബ് കോൺഗ്രസ് സാഹിബിനെ ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല, സാഹിബിനെ കോൺഗ്രസ് അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം കോൺഗ്രസിൽ തുടരുകയും പിന്നീടാണ് 3 തവണ അദ്ദേഹം KPC പ്രസിഡൻ്റായി നേതൃത്വത്തിലേക്ക് വരുന്നത്. 1940 അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ പോയതിന് ശേഷം 45 5 വർഷം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു നെടിയിരുപ്പിലെ ഒരു സ്വീകരണ യോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു. കാരണം ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ജയിലിൽ പോകുന്ന സമയത്ത് നാട്ടിൽ വേറെ ആരുമില്ല. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുന്നത്. ഒരുപാട് മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെ ശിഷ്യന്മാരായിരുന്ന പലരും പിന്നീട് ഇടതുപക്ഷത്തിൽ നിലനിൽക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുകയും ചെയ്തു. അങ്ങനെ നെടിയിരുപ്പിലൊരു സ്വീകരണ യോഗത്തിൽ മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ രക്തഹാരം അണിയിക്കാൻ വന്ന കമ്മ്യൂണിസ്റ്റുകാരോട് അദ്ദേഹം പറയുന്നുണ്ട്, കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയ മാപ്പിളമാരെന്നെ സ്വീകരിക്കേണ്ട, ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അങ്ങനെ എല്ലായിടത്തും നുഴഞ്ഞു കയറി എന്തുമാകാമെന്ന നിലയിലായിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 1945 സെപ്റ്റംബർ 20 ഈ സംഭവം. അന്നത്തെ ഒരു സമയം എന്ന് പറയുന്നത് അന്ന് ഇടക്കാല തിരഞ്ഞെടുപ്പ് വരുന്നു. സത്താർ സേട്ടിനെതിരെ മത്സരിക്കാൻ അബ്ദുറഹ്മാൻ സാഹിബിന് കഴിയുന്നില്ല. കാരണം അബ്ദുറഹ്മാൻ സാഹിബ് വോട്ടർ പട്ടികയിലില്ല, കുറേ കാലം ജയിലിലായിരുന്നു. അങ്ങനെ നിർത്തുന്നത് വേറെ പാലാട്ട് കുഞ്ഞാപ്പ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, പേരിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിൽ കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാനാണ് ഒരാൾ നോക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം, അദ്ദേഹത്തിൻ്റെ കൃത്യത, അദ്ദേഹം പറയാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഞാനൊരു യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അന്ന് അപ്പുറത്ത് ആരാണുള്ളത്, അപ്പുറത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുകയാണ്. കാരണം അഖിലേന്ത്യാ മുസ്ലിം ലീഗ് എന്ന പേരിൽ സത്താർ സേട്ടും KM സിദിയും അടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ ഇവിടെ ജനസാമാന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നൊരു കാലം. ആ കാലഘട്ടത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ട്. കാരണം പാകിസ്ഥാൻ വാദം മലബാറിൽ വല്ലാതെ വേരോടിയിട്ടുള്ളൊരു സമയത്ത് മുഹമ്മദ് റഹ്മാൻ സാഹിബ് പാകിസ്ഥാൻ വാദത്തെ നിരാകരിക്കുകയാണ്. മുഹമ്മദ് റഹ്മാൻ സാഹിബ് പറയുന്നു, എന്താണ് ഈ പാകിസ്ഥാൻ, ആരാണ് പാകിസ്ഥാൻ ഉണ്ടാക്കേണ്ടത്, സൗത്ത് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യതിൽ എന്ത് ഭാഗധേയത്വമാണുള്ളത്, നമ്മളെന്തിനും നമ്മുടെ നാട് വിട്ട് പാകിസ്ഥാനിലോട്ട് പോകണം, ഉത്തരേന്ത്യയിലെ പൂർവ്വ പശ്ചിമ ദേശങ്ങളിലെ ചില സംസ്ഥാനങ്ങളുടെ എന്തൊക്കെയോ പ്രതിനിധാന പ്രശ്നങ്ങൾ പറഞ്ഞവർ ഉയർത്തുന്ന വിഷയങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് യാതൊരു ഭാഗധേയത്വമില്ല എന്ന് അദ്ദേഹം ആ വിഷയത്തെ നിരാകരിക്കുകയാണ്. മുസ്ലിം വിശ്വാസത്തെ ജോഗ്രഫിയുമായി ചേർത്തിക്കെട്ടി പ്രതിനിധാനത്തിൻ്റെ രാഷ്ട്രീയവുമായി സിദ്ധാന്തവൽക്കരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഉണ്ടാക്കുന്നതെന്നും അതിൽ മുസ്ലിങ്ങൾക്ക് നഷ്ടമേ വരുത്തുകയുള്ളൂ എന്ന അഭിപ്രായക്കാരനായിരുന്നു അബ്ദുറഹ്മാൻ സാഹിബ്. അങ്ങനെ 1945 സെപ്റ്റംബർ 22 അദ്ദേഹം ഒക്ടോബർ 22 അദ്ദേഹം മാങ്കാവിൽ ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ദീർഘമായൊരു ജാഥ മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ അനുകൂലിച്ചുകൊണ്ട് നടന്നു വരുമ്പോൾ റോഡിന് ഇരുവശത്തും കറുത്ത കൊടികളാണ്, പലരുടെയും കയ്യിൽ കറുത്ത മാലകളാണ്, പലരുടെയും കയ്യിലുള്ള പ്ലക്കാർഡുകളിൽ മുഹമ്മദ് റഹ്മാൻ സാഹിബിൻ്റെ തലയെടുക്കുമെന്ന് വരെയുണ്ട്. അങ്ങനെ പേനക്കത്തി കൊണ്ട് കുത്തിയെങ്കിലും ഞങ്ങൾ പാകിസ്ഥാൻ വാങ്ങിയെടുക്കുമെന്ന് വരെ അവർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് മുഹമ്മദ് റഹ്മാൻ സാഹിബ് സധൈര്യം മാങ്കാവിൽ വന്നിറങ്ങുകയും കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ബാങ്ക് വിളിക്കുകയാണ്. അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, സാഹിബ് ഇപ്പം നിസ്കരിക്കാൻ പോണ്ട, നമുക്ക് സ്റ്റേജിൽ തന്നെ ഒരു വേദി ഒരുക്കാം നിസ്കരിക്കാൻ, താങ്കൾ പള്ളിയിൽ പോയി തിരിച്ചു വന്നാൽ ഞങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധം അപകടമുണ്ടായേക്കെന്ന് പറയാണ്. സാഹിബ് പറഞ്ഞു, എന്നാൽ അതൊന്ന് കാണണം. സാഹിബ് പള്ളിയിൽ പോയി നിസ്കരിച്ചു, തിരിച്ചു വന്ന് സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ തലയെടുക്കാൻ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ തലയെടുക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ തലയെടുക്കണമെങ്കിൽ അത് പടച്ചോൻ വിചാരിക്കണം.
പടച്ചോൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ തലയെടുക്കാൻ വിചാരിച്ചാൽ പിന്നെ നമുക്കാർക്കും അത് തടയാനും കഴിയില്ല. അങ്ങനെ തവക്കുലിൻ്റെ വലിയൊരു നിദർശനമാണ് മുഹമ്മദ് റഹ്മാൻ സാഹിബ് മാങ്കാവിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് തലശ്ശേരിയിൽ യോഗം. തലശ്ശേരി എന്ന് പറഞ്ഞ സത്താർ സേട്ടുവിൻ്റെയും KM സിദിയുടെയും കോട്ടയാണ്. അവിടെ പോയി മുഹമ്മദ് റഹ്മാൻ സാഹിബ് പ്രസംഗിക്കണം. മുഹമ്മദ് റഹ്മാൻ സാഹിബ് അവിടെയും പ്രസംഗിച്ചു. അങ്ങനെ പലയിടങ്ങളിലും, നാട്ടികയിൽ, മതിലകത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിൽ അദ്ദേഹം നടന്ന് പ്രസംഗിക്കുകയും അദ്ദേഹത്തിൻ്റെ വാദഗതികൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ അബ്ദുറഹ്മാൻ സാഹിബ് മദിരാശിയിൽ ചെല്ലുമ്പോൾ ഖോഖലെ ഹാളിൽ അവിടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. പാകിസ്ഥാൻ വാദത്തെ എതിർക്കുന്ന ആളുകളുടെ സമ്മേളനമാണ്. പക്ഷേ അദ്ദേഹം തന്നെ മുമ്പ് പഠിച്ചിരുന്ന മുഹമ്മദൻസ് കോളേജിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻവാദികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അടക്കം വരികയും സദസ്സ് കയ്യേറുകയും ചെയ്തു. മുഹമ്മദ് റഹ്മാൻ സാഹിബ് വേദിയിലേക്ക് കയറുന്ന കൂടെ പാകിസ്ഥാൻവാദികളായ ആളുകൾ തള്ളിക്കയറി മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ വേദിയിലിരുത്തി പിന്നെ കറുത്ത ഹാരങ്ങൾ അണിയിച്ച് മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ പൊതിരെ തല്ലുകയാണ്. ആ മുഴുവൻ മർദ്ദനവും ഏറ്റുവാങ്ങിയ മുഹമ്മദ് റഹ്മാൻ സാഹിബ് എഴുന്നേറ്റ് നിന്ന് അവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോരുന്നത്. മുഹമ്മദ് റഹ്മാൻ സാഹിബ് ഒരിക്കലും പിൻവാങ്ങാൻ ഒരുക്കമായിരുന്നില്ല. അത്ര ധീരനായിരുന്ന ഒരാളാണ്. മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കുറിച്ച് 1978 അന്നത്തെ സർക്കാർ ഇറക്കിയ ജീവചരിത്രത്തിൻ്റെ ഒടുക്കം ഇങ്ങനെയാണ്: നിർഭയമായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ മുദ്ര, അഭയമായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ ബ്രഹ്മം. ശത്രുക്കൾ മുഹമ്മദ് അബ്ദുറഹ്മാനെ ഭയന്നു, സഹപ്രവർത്തകർ മുഹമ്മദ് അബ്ദുറഹ്മാനെ ഭയന്നു, ഭയം മുഹമ്മദ് അബ്ദുറഹ്മാനെ ഭയന്നു എന്നാണ് പറയുന്നത്. നേരത്തെ അമീദ് ചൂണ്ടിക്കാണിച്ചതിൻ്റെ അനുബന്ധമായിട്ട് നമുക്ക് പറയാവുന്നൊരു സംഗതിയാണ്, തലശ്ശേരിയിലേക്ക് ഒരു മീറ്റിങ്ങിന് പോയ ഒരു രംഗമുണ്ട്. അങ്ങനെ കത്തി കൊണ്ട് അബ്ദുറഹ്മാൻ സാഹിബിനെ, നിവർത്തി വെച്ചൊരു കത്തി കൊണ്ട് അബ്ദുറഹ്മാൻ സാഹിബിനെ എറിയുന്നുണ്ട്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കഴുത്തിൽ ഒരു കറുത്ത മാല ചാർത്തണം എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ വാഹനത്തിലേക്ക് അവർ തള്ളിക്കയറി ആ കറുത്ത മാല ചാർത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ അബ്ദുറഹ്മാൻ സാഹിബ് ആ തലശ്ശേരിയിലെത്തി പ്രസംഗം നിർവഹിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു സംഗതി, പിന്നെ അദ്ദേഹത്തെ കാഫിറാക്കുക, അദ്ദേഹത്തിനെതിരിൽ ഉയർന്നിട്ടുള്ള വലിയൊരു ആയുധം, കത്തിയേക്കാൾ മൂർച്ചയുള്ളൊരു ആയുധം കാഫിർ എന്നതായിരുന്നു. അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് കാഫിറാണ്. അന്ന് കാഫിറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൊരു മാർക്കറ്റും ഉണ്ടാവില്ല. അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് കാഫിറാണ് എന്ന് പ്രതിപക്ഷം പ്രചരിപ്പിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഈ കാഫിറും കത്തിയൊന്നുമല്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ മുനാഫിക്ക് എന്ന് പറയുന്ന ആ ആയുധം പ്രയോഗിക്കാതിരുന്നാൽ മതി, അത് അബ്ദുറഹ്മാനെക്കുറിച്ച് ആരും പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനും ഒരു സത്യവിശ്വാസിയും അതോടൊപ്പം വലിയൊരു സൂഫി മനസ്ഥിതി കൊണ്ടുനടന്ന ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ റബീഉൽ അവ്വൽ 12 അൽ-അമീൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മിറാജിൻ്റെ രാവിലെ സിറാജ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, എന്നതുപോലുള്ള ഒരു സംഗതി അബ്ദുറഹ്മാൻ സാഹിബ് അവിടെ കാണുന്നത്. ഇപ്പോൾ മക്തി തങ്ങളെ ചരിത്രത്തിലുണ്ട്. അദ്ദേഹം ഇപ്പം നമ്മൾ ഈ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളുകളൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് റസൂലിനെ കുറിച്ച് പറയുമ്പോൾ ഉപ്പാപ്പ എന്നാണ് പരാമർശിക്കുക. അത് മക്തി തങ്ങളുടെ ചരിത്രത്തിലും സമാനമായ സ്ഥിതിയാണ്. അദ്ദേഹം പരാമർശിക്കുന്ന സമയത്തൊക്കെ ഉപ്പാപ്പ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അദ്ദേഹം പറയുക. അത്രത്തോളം ഒരു സൂഫി മനസ്ഥിതി കൂടി ഉണ്ടായിരുന്ന ഒരാളാണ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹം ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ കർമ്മ പോരാട്ടങ്ങൾ അംഗീകരിക്കപ്പെടണം എന്ന് വിശ്വസിച്ചിട്ടുള്ള ഒരാളെ കൂടിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വേറെ ഒരു സംഗതി നമുക്ക് പ്രത്യേകം എടുത്ത് കാണിക്കാനുള്ളത്, ഇപ്പോൾ നേരത്തെ അമിത് സൂചിപ്പിച്ചു ഐക്യസംഘവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹകരണം ഉണ്ടായിരുന്നു. അത് ഐക്യസംഘവുമായിട്ട് സഹകരിച്ച ധാരാളം പേരുണ്ട്. അവരിൽ പലരും പിന്നീട് അതുമായിട്ട് പിരിയുകയാണ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പാലോട്ട് മൂസക്കുട്ടി ഹാജി എന്ന് പറയുന്ന ഒരാളുണ്ട്. സമസ്തയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്, വലിയ ആളാണ്, കുറച്ച് എഴുതാൻ കഴിയുന്ന ആളാണ്, വലിയ ഹദീസ് പണ്ഡിതൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിന് കണ്ണൂർ കാമ്പസാറിലെ പള്ളിയിൽ ഒരു ഹദീസ് ക്ലാസ് ഉണ്ടായിരുന്നു, പ്രശസ്തമായിരുന്ന ക്ലാസ്. അപ്പോൾ അദ്ദേഹം അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്.
അങ്ങനെ ധാരാളം ആൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഒരു സമയത്ത് എന്തായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യ സമരത്തിൽ കുറച്ച് കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ് ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ. അപ്പോൾ പിന്നീട് സാഹിബും ഇവരെല്ലാവരും അതായിട്ട് എന്ത് ചെയ്യാണ്, വേറിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അബ്ദുറഹ്മാൻ സാഹിബിനെ കാഫിർ എന്ന് വിളിച്ചു എന്നുള്ള ഒരു പരാമർശം നമുക്ക് ചരിത്രത്തിലൊക്കെ വായിക്കാൻ കഴിയുന്നുണ്ട്. അതൊരു ഒറ്റവരി വായന മാത്രമാണ്. അത് ഇങ്ങനെ വെച്ചാൽ കാഫിർ എന്ന് അദ്ദേഹം വിളിച്ചു എന്നാണ് പറയുന്നത്. വേറെ എവിടെ നിന്ന് വിളിച്ചു, എന്തിനു വിളിച്ചു, എപ്പോൾ വിളിച്ചെന്നൊന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഗതി പറയുന്നുണ്ട്. പക്ഷേ ഈ പലിശക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൻ്റെ സമയത്ത് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അൽ-അമീനും പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അൽ-ബയാനും ഒരേ ശബ്ദത്തിലാണ്, ഒരേ ഡെസിബൽ ഇതിലാണ് ഈ പലിശക്ക് അനുകൂലമായ നീക്കത്തെ പ്രതിരോധിച്ചത് എന്നുകൂടി നമ്മൾ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. മുഹമ്മദ് റഹ്മാൻ സാഹിബിനെ കാഫിറാക്കുന്നു എന്നുള്ളൊരു വിഷയം പറഞ്ഞല്ലോ, അതായത് പാകിസ്ഥാൻവാദികൾ കാഫിറാക്കുന്ന വിഷയം. അതിനു മുമ്പ് ഈ പാങ്ങിൽ ഉസ്താദ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാനും കണ്ടു. പക്ഷെ അതിൻ്റെ കാരണം വ്യക്തമല്ല. പക്ഷേ അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ സുന്നികൾ കേരള മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കുന്നത് ഈ അടുത്ത കാലത്താണ്, ഒരു 10 വർഷമായി ഉണ്ടാവും അല്ലേ? പക്ഷെ അത് 10-ാം വർഷമാണ്. കേരള മുസ്ലിം ജമാഅത്ത് മുമ്പ് കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഐക്യസംഘം പിന്നീട് കേരള മുസ്ലിം മജ്ലിസ് ആയപ്പോൾ ഐക്യസംഘത്തെ പ്രതിരോധിക്കാനുണ്ടായതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത ഒരു പണ്ഡിത സഭയാണ്. പണ്ഡിത സഭയിൽ സാമാന്യ ജനങ്ങൾ അംഗങ്ങളല്ല. പക്ഷേ പണ്ഡിത സഭ പറയുന്ന കാര്യങ്ങളെ സാമാന്യ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പള്ളി, മദ്രസ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ നടത്തിപ്പ്, ഇങ്ങനെയൊക്കെ പൊതുജനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലക്കാണ് സമസ്ത കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ മുഹമ്മദ് റഹ്മാൻ സാഹിബ് അറസ്റ്റ് വരിച്ച് ജയിലിൽ പോയതിനെ അനുമോദിച്ചുകൊണ്ട് മുസ്ലിം ജമാഅത്ത് പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട് അവരുടെ എറണാകുളം വാർഷിക സമ്മേളനത്തിൽ. പറയുന്നത് മുഹമ്മദ് റഹ്മാൻ സാഹിബും കേളപ്പനും ധീരോദാത്തമായ ഒരു സ്വാതന്ത്ര്യ സമര മുന്നേറ്റമാണ് നടത്തിയതെന്ന് പറഞ്ഞാണ് അത് അനുമോദിക്കുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ഈ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ തന്നെ ചരിത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്ദുറഹ്മാൻ സാഹിബ് സുന്നിയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം സുന്നിയാണ്. പക്ഷേ സംഘടനാ സുന്നിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം എല്ലാ ആളുകളുമായി കലഹിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ പോലെ തികഞ്ഞ ദേശഭക്തനായൊരു മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ മുസ്ലിം ഹിന്ദു മൈത്രിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആഴത്തിൽ പഠനവിധേയമാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു നേതാവ് മലബാറിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ഏറ്റെടുത്ത സമരപരിപാടികളിലെ അങ്ങനെയൊരു രാഷ്ട്രീയം ഇന്ന് വളരെയധികം പ്രസക്തമാണ് എന്നുകൂടി അടിവരയിടുകയാണ്. വേറൊരു കാര്യം, അബ്ദുറഹ്മാൻ സാഹിബ് പാകിസ്ഥാൻ വാദത്തെ എതിർത്തതോടുകൂടി കാഫിറാക്കപ്പെടുകയാണ്. കാഫിറാണെന്ന് പറയുന്നത് പാകിസ്ഥാൻവാദികളാണ്, പണ്ഡിതന്മാരല്ല. വഹാബി പണ്ഡിതന്മാരും അല്ല, സുന്നി പണ്ഡിതന്മാരല്ല. അതോടുകൂടി 1940-കൾക്ക് ശേഷം ഈ മതപരമായ തർക്കങ്ങളെല്ലാം വിട്ടുമാറുകയാണ്. പിന്നീട് അത് കൃത്യമായ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിൽ, അതായത് ഇന്നത്തെ ലീഗ് അല്ല അന്നത്തെ ലീഗ്. ഇന്നത്തെ ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അന്നത്തെ ലീഗ് എന്ന് പറഞ്ഞാൽ ജിന്നയുടെ ലീഗാണ്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ്. കൃത്യമായ സ്വത്ത രാഷ്ട്രീയമാണെന്ന് ഉയർത്തിപ്പിടിക്കുന്നത്. അന്ന് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് പറയുന്ന പാകിസ്ഥാൻ വാദത്തെ അംഗീകരിക്കാത്ത മുഴുവൻ മുസ്ലിങ്ങളും കാഫിറുകളാണ്. ഇന്ത്യയിൽ 1-ാം നമ്പർ കാഫിർ ആരാണെന്നറിയോ? മൗലാന അബുൽ കലാം ആസാദാണ്. അങ്ങനെ പട്ടിക എടുത്തു നോക്കി അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് മുഹമ്മദ് റഹ്മാൻ സാഹിബ്. അങ്ങനെ മുഴുവൻ ആളുകളെയും ഇവർ കാഫിറാക്കി. എന്നിട്ടാണ് അപ്പുറത്ത് കാഫിറാക്കുന്നു എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ വാദത്തെ എതിർക്കുന്ന ആളുകളെ വകവരുത്തുമെന്ന്, കയ്യേറ്റം ചെയ്യുമെന്ന്, എന്തിന് തലയെടുക്കുമെന്ന് വരെ ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് കേന്ദ്ര സർവകലാശാല ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ NSUമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പൊതുപ്രവർത്തനം നടത്തിയിരുന്ന ഒരാളാണ്. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അതേ രാഷ്ട്രീയം, നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ നിങ്ങൾ അപ്പോളജറ്റിക് മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഈ മൗദൂദിയൻ ആശയമുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും നിരാകരിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെയൊരു സമാന്തരം, ഒരു പാരലൽ ഇതിൽ കാണാൻ സാധിക്കും. അന്ന് എങ്ങനെയാണ് ഇവർ ദേശീയ മുസ്ലിങ്ങളെ കാഫിറാക്കി ചിത്രീകരിച്ചിരുന്നത്, അതേപോലെ ഇന്ന് അസേർട്ടീവ് മുസ്ലിം, അപ്പോളജറ്റിക് മുസ്ലിം എന്ന് പറഞ്ഞ് മൗദൂദിയൻ സ്വത്ത രാഷ്ട്രീയം പറയാത്തവരെ എല്ലാം ഒന്നിനും കൊള്ളാത്ത
അപ്പോളജറ്റിക് മുസ്ലിമാണ് എന്ന കള്ളിയിൽ കൊണ്ടുവന്ന് നിർത്തുന്ന വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയം ഇവിടെയുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അബ്ദുറഹ്മാൻ സാഹിബ് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടത് സ്വസമുദായത്തോടാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും. 1924 മലബാർ ലഹളയ്ക്ക് ശേഷമുണ്ടായ പരിതസ്ഥിതിയെ ചൂണ്ടിക്കാട്ടി അന്നത്തെ ഗവർണർക്ക് അദ്ദേഹം ഒരു കത്തെഴുതുന്നുണ്ട്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ജയിലിലിടുന്നു. വിചാരണക്ക് ഹജ്ജൂർ കോടതിയിൽ വിചാരണക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിനെതിരെ സാക്ഷി പറയുന്നത് തിരൂരിൽ നിന്നുള്ള ഒരു വയോധികയാണ്. ആ വയോധികയെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് സാക്ഷി. അത് കഴിഞ്ഞ് അദ്ദേഹം ബെല്ലാരിയിലെത്തുമ്പോൾ, നേരത്തെ ടി.കെ പറഞ്ഞ പോലെ ബെല്ലാരിയിലെത്തുമ്പോൾ മൊയ്തു മൗലവിയും ഇവരൊക്കെ നിൽക്കുന്ന സമയത്ത് AR നാപ്പ്, ഈ മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ്റെ ഒക്കെ ആളായിരുന്നു, നാപ്പ് സാഹിബ് ഗേറ്റിനടുത്തേക്ക് സാഹിബിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ പറഞ്ഞു, ഞാൻ എന്ത് പറയാനാണ്. അപ്പോൾ കുറച്ചുകൂടി കാർക്കശ സ്വരത്തിൽ നാപ്പ് സാഹിബ് പറയുന്നുണ്ട്, കുഞ്ഞിക്കാദറിനേക്കാൾ മുമ്പ് തൂക്കിലേറ്റപ്പെടേണ്ടവനായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ നീ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ മുഹമ്മദ് റഹ്മാൻ ജയിലിലാണ്. മുഴുവൻ ഈ സായിപ്പ് ശിപ്പായികളുടെ ബന്ദവസ്ഥാണ്. ബെല്ലാരിയാണ് ജയിൽ, കുപ്രസിദ്ധമായ. 2 അടി കൂടി മുന്നിലോട്ട് കയറി നിന്ന് സാഹിബിൻ്റെ മുഖത്തോക്കി പറയുന്നുണ്ട്, താനൂരുകാരൻ കുഞ്ഞിക്കാദറിനെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ തൂക്കിലേറ്റാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത് നിങ്ങളുടെ കഴിവുകേടാണ് മിസ്റ്റർ. അങ്ങനെ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ രാജ്യത്തിന് വേണ്ടി, പിറന്ന മണ്ണിന് വേണ്ടി, എൻ്റെ ദീനിന് വേണ്ടി ഈ കൊളോണിയൽ ഭീരുക്കളോട് പൊരുതി വീണ് മരിച്ചതിൻ്റെ ഷഹാദത്ത് എനിക്ക് കിട്ടുമായിരുന്നു എന്നാണ് അദ്ദേഹം അവിടെ നിന്ന് പറയുന്നത്. സാഹിബിന് കല്ലിളകണം. സാഹിബ് അതോടുകൂടി അദ്ദേഹത്തെ മദ്രാശി ജയിലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു സംഭവം കൂടി എനിക്ക് പറയണമെന്ന് തോന്നി.